ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ എക്സ്പെൻസ് സ്റ്റോറീസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സംഭവം. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ യു കെയിലോട്ട് വരാനിരിക്കുന്ന കുറേ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളം ടെക്കീസിൽ നമ്മുടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് യു കെയിൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യു കെയിലോട്ട് എത്തിയത്, അതിനെപ്പറ്റി യു കെയിലോട്ട് ഇനി വരാനായിട്ട് എന്തൊക്കെയാണ് ചാൻസസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ്സ് നിങ്ങളെടുത്ത് നോക്കി കാണാൻ പറ്റും. അതിൽ ഉണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ യു കെയിലോട്ട് ആരെങ്കിലും വരാനിരിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ഒരു വീഡിയോയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് 2022 സെപ്റ്റംബറിലാണ്. അതായത് 2022 സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളും ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഞാൻ നാട്ടിൽ ഓൾറെഡി ബികോം കഴിഞ്ഞിട്ട് എംകോം കഴിഞ്ഞായിരുന്നു. പിന്നെ ഒരു 2 ഇയറിൽ കുറച്ച് മാസങ്ങളിൽ നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസ് കാര്യങ്ങളായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ എടുത്തത് ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് തന്നെയാണ്. മാസ്റ്റേഴ്സ് കോഴ്സ് എടുത്തതെന്ന് വെച്ചാൽ MBA ആണ് എടുത്തത്. MBA ജനറൽ, അതിൽ കോർ കോഴ്സായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഉപകാരമുള്ളൊരു ഫീൽഡ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോർ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാനായിട്ടുള്ള കാര്യം. കാരണം ഞാൻ നാട്ടിലാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വീഡിയോ സെക്ഷനിൽ കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ യൂട്യൂബ് കാര്യങ്ങളായിട്ട് തന്നെയായിരുന്നു ഒരു 5-6 വർഷത്തോളം. ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ യൂട്യൂബ് കരിയറിലെ 7ാമത്തെ വർഷമാണ്. അപ്പോൾ 7 വർഷമായിട്ട് നമ്മൾ ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തത്. ഞാൻ പറഞ്ഞില്ല, 2022 സെപ്റ്റംബറിലാണ് യു കെയിലോട്ട് എത്തിയത്. നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന എപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഫെബ്രുവരി ലാസ്റ്റോടെയാണ് നമ്മൾ ഈ സെപ്റ്റംബറിൽ വരാനുള്ളതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട്, ചേട്ടനുണ്ട് ഇവിടെ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ യു കെയിൽ ലൂട്ടൺ എന്ന് പറയുന്ന പ്ലേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും അതുപോലെ കുറേ യൂണിവേഴ്സിറ്റികളെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. അതിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഫോർഡബിളായിട്ട്, അതായത് വലിയ എന്താ പറയുക, അധികം ചിലവൊന്നും വരാത്ത രീതിയിൽ നമ്മൾ നോക്കി സ്ഥലം സെലക്ട് ചെയ്താണ് ഈ ലൂട്ടൺ എന്ന് പറയുന്ന പ്ലേസ്. ഈ ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം അഭിപ്രായമാണ് ലൂട്ടൺ എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. വൺ ഓഫ് ദ വേഴ്സ്റ്റ് സിറ്റീസ് ഇൻ യു കെയിലെ ഒരു ടോപ്പ് 5 വരുന്ന, ടോപ്പ് 5 വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ലൂട്ടൺ. കാരണം ഇവിടെ ഭയങ്കര ക്രൈം റേറ്റ് ഇങ്ങനെയൊക്കെ കൂടുതലാണ്. പക്ഷേ നമ്മളങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ക്രൈം കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയല്ല, എന്നാലും പൊതുവെ യു കെയിൽ അത്യാവശ്യം മോശം സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യു കെക്കാരൊന്നും അങ്ങനെ അധികമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും, ഇവിടെ ഏഷ്യൻസാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു അത്ര നല്ല കാര്യമല്ല. പക്ഷെ നമുക്കത് കുറച്ചും കൂടി വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ നല്ല കാര്യമാണ്. വേറൊന്നുമല്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ സാധനങ്ങളെല്ലാം കിട്ടും. ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്കെന്ന് വെച്ചാൽ അരി മാത്രമല്ല, എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ സ്ഥലം അത്ര പോരാ. പേഴ്സണലി ഞാനും പറയണമെന്നുണ്ടെങ്കിൽ സ്ഥലം അത്ര പോരാ. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. കാരണം വേറൊന്നുമില്ല, ഇപ്പോൾ ഇതാന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് ഇവിടെ, സാധനങ്ങൾക്കാണെങ്കിലും പിന്നെ എന്ത് കാര്യത്തിനെങ്കിലും. ബാക്കിയുള്ള സിറ്റീസ് കാര്യങ്ങളെപ്പറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ് ഈ ഒരു സ്ഥലം ലൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥലം ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പാണെന്നൊന്നും വിചാരിച്ച് കയറി വരരുത്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ നോക്കുക, സ്ഥലങ്ങളെ പറ്റി എല്ലാത്തിനും റിവ്യൂസ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫെബ്രുവരി ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കോളേജ് ഡീറ്റെയിൽസ്, അതായത് മുൻപ് പഠിച്ചിരുന്ന, ഞാൻ ഇപ്പോൾ ഓൾറെഡി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു വിസ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ
കോഴ്സ് എടുക്കാനായിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടില്ല. അതായത് MCOMൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബേസിലല്ല ഇങ്ങോട്ട് വന്നത്, ഞാൻ ഡിഗ്രി ബേസിലാണ് ഇങ്ങോട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം മീൻസ് ഇപ്പോൾ UK ആളുകളെ കടത്തിവിടാനായിട്ടും ഭയങ്കര ഡിലേ കാര്യങ്ങളും കുറേ പേർക്കൊക്കെ റിജക്റ്റ് ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും ഇപ്പോൾ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഡിഗ്രി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്നുണ്ടെന്ന് കാണിച്ചാൽ അവർ വിസ അപ്രൂവ് ചെയ്യാനും സ്റ്റുഡൻറ്റ് വിസ തരാനൊക്കെ കുറച്ചുകൂടി ചാൻസ് ഉണ്ടായിരുന്നു. ആ സമയം ആ ഒരു ടൈമിൽ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെയും ഒരു മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലെടുത്ത ആൾ എന്തിനാണ് പിന്നെ ഒരു മാസ്റ്റേഴ്സ് എടുക്കണമെന്നൊരു ചോദ്യം വരുന്നു എന്നൊക്കെ കേട്ടിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി ബേസിസിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോളേജിൽ നിന്നുള്ള ഇതും ലെറ്റർ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മളൊരു ഏജൻസി വഴിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഏലിയാസേട്ടൻ എന്ന് പറയുന്ന ഏലിയാസേട്ടനാണ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ തൊടുപുഴയുള്ളൊരു ഏജൻസിയാണ്. അപ്പോൾ ആ ചേട്ടൻ വഴിയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ നമ്മുടെ കെയർ ഓഫിൽ തന്നെ വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കയറി വന്നു. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് COS വേണ്ടി വെയിറ്റിംഗ് ആയി. COS കിട്ടാനായിട്ട് ഇത്തിരി വൈകിയായിരുന്നു. എന്നാലും നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്ക് എന്താണ്, ജൂണാണോ, ജൂണിൽ നമുക്ക് ഫസ്റ്റ് COS തരാം. അതായത് ഫസ്റ്റ് COS മുമ്പേ ഒരു സാധനം കിട്ടില്ല, അത് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം കിട്ടി. ആ സംഭവം കിട്ടിക്കഴിഞ്ഞ് COS അല്ലല്ലോ, CAS, സോറി, ക്യാഷ് ലെറ്റർ കേട്ടോ. COS എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ ഒരു ഇതിൽ പറഞ്ഞാണെങ്കിൽ ക്യാഷ് ലെറ്റർ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒരു ലെറ്റർ കിട്ടി, ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള. പിന്നെ ഇതാണ് നമ്മുടെ ട്യൂഷൻ ഫീസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടാണ് വന്നത്. എഡ്യൂക്കേഷണൽ ലോണല്ല, നമ്മുടെ വീടിൻ്റെ ഇത് വച്ചിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറായിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചത്തോളം പുറകെ കിടന്ന് നമുക്കൊരു ജൂൺ ലാസ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് ലോൺ സാങ്ഷനായി. നമ്മൾ ഫീസ് പേ ചെയ്തു. ഫീസ് അടച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ ചെയ്തു. ഇതൊക്കെ ഏജൻസിക്കാരാണ് ചെയ്തത്, ഞാനല്ല. നമ്മൾ റെസിപ്റ്റൊക്കെ കൊടുത്തുള്ളൂ. അപ്പോൾ അവർ ഫീസ് അടച്ചു, അവർക്ക് ക്രെഡിറ്റ് ആയെന്ന് യൂണിവേഴ്സിറ്റിയിൽ ക്രെഡിറ്റ് ആയെന്ന് കണ്ടപ്പോൾ നമുക്ക് CAS ലെറ്റർ അവർ ഓഫർ ചെയ്തു. ഏകദേശം ഒരു 2 വീക്സ് എടുത്തു നമുക്ക് CAS ലെറ്റർ കിട്ടാനായിട്ട്, ക്യാഷ് ലെറ്റർ കിട്ടാനായിട്ട്. അങ്ങനെ കിട്ടി. അപ്പോൾ ഒരു ജൂലൈ ലാസ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് CAS ലെറ്റർ കിട്ടി. പിറ്റേ ആഴ്ച തന്നെ നമ്മൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതും നമ്മുടെ ഏജൻസിക്കാർ തന്നെയാണ് ചെയ്തു തന്നത്. നമുക്ക് IHS ചാർജ് ഉണ്ടായിരുന്നു, വിസ ചാർജ് ഉണ്ടായിരുന്നു. ഏകദേശം 1,40,000 സംതിങ്, 1,40,000 or 50 സംതിങ് ആണ് നമുക്ക് വിസ ചാർജ് IHS എല്ലാം കൂടി വന്നത്. അപ്പോൾ അത് കൊടുത്തു. 1,40,000 ആണോ, എനിക്ക് എന്തായാലും 1,00,000 മേളിലാണ്. 40 ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഇപ്പോൾ എത്ര നാളെ ഞാൻ അത്ര ഓർക്കണില്ല. എന്നാലും 1,00,000 മേളിലായിട്ടുണ്ട്. വിസ ചാർജും IHS എല്ലാം കൂടി കൂട്ടി. IHS എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതിന്, ഈ ഒരു കൺട്രിയിലോട്ട് വന്നതിന് എത്ര കൊല്ലമാണോ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്ര കൊല്ലമാണ് നമ്മുടെ കോഴ്സ്, അതനുസരിച്ച് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അതുണ്ടായി. അപ്പോൾ അതൊക്കെ പേ ചെയ്തു. അതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോയിൻമെൻറ്റ് ഇച്ചിരി ജൂലൈ ലാസ്റ്റിലൂടെയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ജൂലൈയിൽ നമുക്ക് നമ്മുടെ വിസ ഹോമില്ലേ, വിസ ഹോം അല്ലല്ലേ, ഇമിഗ്രേഷൻ്റെ ഹോം, അതായത് നമുക്ക് എറണാകുളത്ത് ഒരു സ്ഥലത്തായിരുന്നു. അവിടെ ആയിരുന്നു നമുക്ക് ഇമിഗ്രേഷൻ്റെ ഇതുണ്ടായിരുന്നു. ഇമിഗ്രേഷനാണോ എന്ത് സംഭവം, അവിടെ പോയിട്ട് നമ്മൾ ഇതിന് ചെന്നു. അപ്പോൾ അവിടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ പാസ്പോർട്ട് എല്ലാം ആയിട്ട് ചെന്നു. നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുത്തു, അവർ മേടിച്ച് വെച്ചിട്ട് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പോസ്റ്റൽ വഴിയാണ് വരിക. അത് UK വന്നിട്ടാണോ ഇനി അത് ഇന്ത്യ തന്നെയാണോ അവർ സ്റ്റാമ്പ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പോയിട്ടാണ് വരാം, അതിലറിയാം നമുക്ക് വിസ അപ്രൂവ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം സെപ്റ്റംബറിലാണ് എൻ്റെ കോഴ്സിൻ്റെ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് സെപ്റ്റംബർ 22nd or 25th എങ്ങാണ്ട് ക്ലാസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക, ജൂലൈയിൽ ലാസ്റ്റാണ് ഇത് അപ്ലൈ ചെയ്തത്, വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയിപ്പോൾ ഒരു അപ്ഡേറ്റില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓഗസ്റ്റ് ലാസ്റ്റ് ആയിപ്പോൾ നമുക്ക് ഒരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല.
അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇമിഗ്രേഷൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, UKVയുടെ സൈറ്റ് ഉണ്ട്. UKVയുടെ സൈറ്റിൽ നമ്മൾ 250 രൂപ എന്തോ, അതായത് ഒരു ചാറ്റ്, നമുക്ക് ലൈവ് ചാറ്റ് അല്ല, അതല്ലാതെ മെയിൽ അയക്കാൻ പറ്റും. ആ മെയിൽ അയക്കണതിന് പൈസയുണ്ട്, 250 രൂപയാണ് എന്തോ, എത്ര ഡോളറാണ്, നാട്ടിലൊരു 250 സംതിങ് എന്ത്. അത് വെച്ചിട്ട് ഞാൻ മെയിൽ അയച്ചു, നമ്മുടെ വിസ പ്രോസസ്സിങ് എന്തായി, നമുക്ക് ഇത്രയും ഡിലേ ആയി, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, ഒന്നും അപ്ഡേഷൻ ആയിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൽ അയച്ചു. അപ്പോൾ നമുക്ക് അതിന് ഒരു 2 ദിവസത്തിനുള്ള റിപ്ലൈ കിട്ടി. അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്താണ് ഡിസിഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് നമ്മുടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അവർ അയക്കണേന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ആശ്വാസമായി, കാരണം ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാസ്പോർട്ട് സംഭവങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ടും പറയാനായിട്ട് പറ്റും എന്താണ് ഒരു ഡിസിഷൻ എടുത്തത്. അത് കഴിഞ്ഞ് എനിക്കൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, നമ്മുടെ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയിട്ടുണ്ട്, എറണാകുളം DTDCയുടെ കൊറിയർ സർവീസിൽ നിന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്ക് സെപ്റ്റംബർ ആയിട്ടാണ്, സെപ്റ്റംബർ 7-ാം തീയതിയോ 6-ാം തീയതി എന്തായിരുന്നു സെപ്റ്റംബർ. അപ്പോഴേക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം സെപ്റ്റംബർ 22-ന് ഇവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെപ്റ്റംബർ ഒരു 6-ാം തീയതി ആയപ്പോഴേക്കും നമുക്ക് കോൾ വന്നു, DTDCയുടെ ഓഫീസിൽ നിന്ന് സാധനം വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. 6-ാം തീയതി കോൾ വന്ന്, 6-ാം തീയതി രാവിലെ കോൾ വന്നു, അന്ന് തന്നെ ഞാൻ പോയി കളക്ട് ചെയ്തു. ഉച്ചയായപ്പോഴേക്കും പോയി നമ്മൾ ഇത് ചെയ്തു, ഭയങ്കര ഇതായിട്ട് പൊട്ടിച്ച് നോക്കി, സംഭവം നോക്കിയപ്പോൾ വിസ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ സക്സസ് ആയിട്ടുണ്ട്. 3 മാസം എന്തോ ആണ് നമുക്ക് ആ ഒരു പാസ്പോർട്ടിൽ അടിച്ചിട്ടുള്ള വിസ, ആ 3 മാസമാണ് ആ ഇത് വെച്ചിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് പിന്നെ BRP കളക്ട് ചെയ്യണം. ആ BRP എന്ന് പറഞ്ഞാൽ ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റ്. അപ്പോൾ ആ ഒരു സംഭവമാണ്, ഒരു കാർഡ് പോലെ ഇരിക്കും, ATM കാർഡ് പോലെ. അതാണ് നമ്മുടെ ഇവിടുത്തെ ശരിക്കും വിസ. ഇത് 1 ഇയർ ആണ് നമ്മുടെ കോഴ്സെങ്കിൽ ആ 1 ഇയർ നിൽക്കാനുള്ള വിസ ആ സംഭവമാണ്. മറ്റേ പാസ്പോർട്ടിൽ അടിക്കുന്നതല്ല. അത് ജസ്റ്റ് ആ ഒരു 3 months നമ്മൾ അവിടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി മാത്രമുള്ള വിസയാണ് ആ ഒരു 3 monthsൻ്റെ. അപ്പോൾ അതൊക്കെ കിട്ടി, ഹാപ്പിയായി. നമ്മൾ അതായത് സെപ്റ്റംബർ 6-ന് കളക്ട് ചെയ്ത ഇതുകൊണ്ട് സെപ്റ്റംബർ 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി തന്നെ നമ്മൾ അവിടെ നിന്ന് പ്ലെയിൻ കയറിയതൊക്കെ വൻ കോമഡിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്, ഭയങ്കര ടിക്കറ്റ് റേറ്റൊക്കെ ആയി, 1 സൈഡ് മാത്രം, അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നു. എനിക്ക് പ്ലെയിൻ ചാർജ് ആയത് കളിയാക്കാൻ നിൽക്കുന്നതായിരിക്കും, ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. എനിക്ക് ശ്രീലങ്കൻ എയർലൈൻസിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നതിന് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത് 1,47,000 രൂപയാണ്. അതായത് കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് UK വന്നതിന് 1,47,000 രൂപയായി. അത്ര രൂപ കളഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഈ സെയിം ഫ്ലൈറ്റിന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ നവംബർ ഇൻടേക്കിന് വന്നിട്ടുണ്ട്, അവന് വെറും 37,000 രൂപയായുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, 1,47,000 രൂപയാണ് ഞാനൊരു ടിക്കറ്റിന് കളഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ എനിക്കെന്ന് വെച്ചാൽ അന്ന് പൈസയൊന്നും നോക്കിക്കാൻ നിന്നില്ല, കാരണം 20-ാം തീയതിക്കുള്ളിൽ നമുക്ക് കയറി പോകണമെന്ന് അവർ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഇൻടേക്ക് ഇത് ഡിഫർ ചെയ്താൽ പിന്നെ എനിക്ക് സെപ്റ്റംബറിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നവംബറിൽ ഡിസംബർ അടുത്ത ഇൻടേക്കിലേക്കും. അപ്പോൾ അത് നീളുന്ന കാരണം നമ്മൾ അതിന് വേണ്ടി നിന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ സെപ്റ്റംബർ 10-ന് ഇങ്ങോട്ട് കയറി വന്ന് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ അങ്ങനെ. അപ്പോൾ ഞാനിവിടെ പഠിച്ച കോഴ്സ് ഞാൻ പറഞ്ഞില്ല, MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോർ കോഴ്സായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. MBA ജനറൽ, അതിൽ കോർ കോഴ്സായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ എടുത്ത യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷെയർ ആണ്. പല യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ. പിന്നെ അവിടെയൊന്നും നമ്മൾ വച്ചില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് എളുപ്പത്തിന് വരാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ആ ഒരു ടൈമിൽ ബെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി വച്ചാൽ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു, അങ്ങനെ വച്ചതാണ്. ഇപ്പോൾ ബെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ കോഴ്സ് ചെയ്തത്. 1 ഇയർ കോഴ്സായിരുന്നു. 1 ഇയർ കോഴ്സിന് 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻലി 2 ഇയർ സ്റ്റേ ബാക്കിലാണ്, എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് 15,600 പൗണ്ട്സാണ് നമുക്ക് ആ ഒരു കോഴ്സിൻ്റെ ഫീ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 16 ലക്ഷം രൂപ എടുത്തിട്ടാണ് ആ ഒരു 1 ഇയർ കോഴ്സിന് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട വെച്ചാൽ കോഴ്സ് ഇതിനൊന്നും പേ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒറ്റയടിക്ക് നമ്മൾ ഫീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 പൗണ്ട് അവരുടെ സ്കോളർഷിപ്പ് ഉണ്ടായി. സ്കോളർഷിപ്പ് മീൻസ് 1000 പൗണ്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെന്ന് വെച്ചാൽ 14,500 പൗണ്ട് അടച്ചാൽ മതിയായിരുന്നു, 14,600 പൗണ്ട്. നമ്മൾ ഒറ്റയടിക്കൊന്നുമല്ല ഫീസ് അടച്ചത്, നമ്മൾ ആദ്യം 10 lakh അടച്ചിട്ടാണ് വന്നത്. ബാക്കിയത്തെ ഇവിടെ വന്നിട്ട് പയ്യാണ് അടയ്ക്കുകയും ചെയ്തത്. അങ്ങനെയായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും തമ്മിൽ ഒട്ടും ദൂരമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ശരിക്കും 6 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായുള്ളൂ. ഏകദേശം ടൗൺ സെൻറ്ററിലായിട്ടാണ് ഞങ്ങൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്തായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. 9 മണിക്ക് ക്ലാസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു 8:50 അല്ലെങ്കിൽ ഒരു
8:45 കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. 9 മണിക്ക് കറക്റ്റ് എത്തും, അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ക്ലാസ് സിസ്റ്റം ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് 2 hour സെഷൻസ് വെച്ചിട്ടായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്കെന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് കഴിഞ്ഞാൽ 11 മണിക്ക് ക്ലാസ് വരും. പിന്നെ ചില ദിവസങ്ങളിൽ 9 തൊട്ട് 11 മണി വരെ ഉണ്ടാവും. പിന്നെ നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 3 മണി തൊട്ട് 6 മണി വരെ, അങ്ങനെ 2 സെഷനായിട്ടാണ്. അപ്പോൾ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ ID കാർഡ് ടാപ്പ് ചെയ്യലായിരുന്നു. അതായിരുന്നു കോഴ്സ്. പിന്നെ MBA ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പാടുന്നൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും കോഴ്സും കാര്യങ്ങളൊക്കെ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ എക്സാം പൊതുവേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ കോഴ്സിന് എനിക്ക് ഒരു സബ്ജക്റ്റിൽ എക്സാം ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ എക്സാം ആയിരുന്നു. നമ്മൾ ടൈപ്പ് ചെയ്ത് പറഞ്ഞായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ആ സമയത്താണ് കിട്ടുള്ളൂ. അപ്പോൾ 3 മണിക്കൂറിനായി 3 മണിക്കൂറിനുള്ളിൽ ഇത്ര വേർഡ്സിൻ്റെ ഇത് നമ്മൾ ആൻസർ ചെയ്യണമായിരുന്നു. എസ്സേ പോലെ, എസ്സേ അല്ല ലൈക്ക് എസ്സേ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ എല്ലാം അസൈൻമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ ഫൈനലായിട്ട് പ്രൊജക്റ്റ് ഉണ്ടായി, അല്ല ഫൈനൽ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് തന്നെ അതുണ്ടായിരുന്നു. വൈവി ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു കോഴ്സിന്. പിന്നെ MBA തന്നെ പല സബ്ജക്റ്റുകളുണ്ട്. ഞാൻ MBA ജനറലാണ് ചൂസ് ചെയ്തത്. കാരണം MBA ജനറൽ എന്ന് പറയുമ്പോൾ എല്ലാ MBAയിലെയും ഓരോരോ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോർ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും മൊത്തത്തിലുള്ള ഒരു ഇത് കിട്ടും. പിന്നെ കോർ കോഴ്സായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. HR ഉണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് കോഴ്സ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കറൻറ്റ്ലി, അതായത് 2023 കോഴ്സിൻ്റെ ഫീസ് പിന്നെയും 1000 പൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നപ്പോൾ 15,600 ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് 16,600 ആയിരുന്നു. ഈ വർഷം ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഓരോ വർഷവും ഒരു 1000 പൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതോ കറക്റ്റ് അറിയില്ല. എന്തായാലും 2023 16,600 ആയിരുന്നു. 1000 പൗണ്ട് അവർ ഇൻക്രീസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും രൂപയുടെ കോഴ്സൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു പൈസ തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഇവിടുന്ന് വർക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് ആ ലോൺ കാര്യങ്ങളൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ അതിനുള്ള റിസൾട്ട് നമ്മൾ എത്തിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നാൽ അത്ര ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പറായിട്ട് കുറച്ച് വർക്ക് ചെയ്യണം മാത്രം മതി. ബാക്കിയത്തെ കോഴ്സായിട്ടും ഇതായിട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കാനും ടൈമും കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ കൂടുതൽ നോക്കണം. ഞാൻ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 20 ഹവറിന് മുകളിൽ വർക്ക് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക. വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ പ്രശ്നമൊന്നും അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. പക്ഷേ അത് റിസ്ക്കിയാണ്, അത് നിങ്ങളുടേതായ റിസ്ക്കാണ്. പിടിച്ചു പോയാൽ പണി കിട്ടും, പിടിച്ചില്ലേ ഓക്കെ, ഒരു ഭാഗ്യം പോലെ, അത്രേ ഉള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ വർക്കിനൊക്കെ പോകും. പക്ഷേ അതും റിസ്ക് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്കിനൊക്കെ പോവുക. മോർ ദാൻ 20 ഹവേഴ്സ് ചെയ്യുക. കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലീഗൽ തന്നെയാണ്. ഇവിടെ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻസ് അനുസരിച്ച് മിക്കവരും പോവും. അപ്പോൾ അത് നിങ്ങളുടേതായ റിസ്ക്കാണ്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യൊന്നും ചെയ്യൊന്നുമില്ല. അതൊക്കെ അവനവന് തോന്നുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, പിന്നെ ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ കുറച്ച് സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കുറച്ച് സ്ട്രഗിളായിരിക്കും. അപ്പോൾ അതൊക്കെ ശരിയാവും. എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴാണൊന്ന് സ്റ്റേബിളായി തുടങ്ങിയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഈ 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാനൊന്ന് സ്റ്റേബിളായും, അതായത് എനിക്കൊരു കോൺഫിഡൻ്റായി തുടങ്ങിയത്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് സ്ട്രെസ്സ് കുറച്ചും ഓക്കെ ഉള്ള രീതിയിലായി തുടങ്ങിയത്. മറ്റേ ടൈമിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതെന്ന് വെച്ചാൽ ക്ലാസ് അത് ഇത്, പിന്നെ ഫീസ് ബാക്കി അടയ്ക്കാനുള്ളതിൻ്റെ, പിന്നെ നാട്ടിലോട്ട് ലോണിൻ്റെ ഇതടയ്ക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുവിധം ഓവർകം ചെയ്ത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഫുൾ സെറ്റാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. എനിക്കൊന്ന് അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാവും. പിന്നെ ഇതുപോലുള്ള ചെറുതല്ല, ഇതുപോലുള്ള നമ്മളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിടാം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യാം. നമ്മൾ വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനി സജഷൻ ഫോർ അപ്കമിങ് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സെറ്റായിട്ടിരിക്കുക. ഞാനിവിടെ സെറ്റായിട്ടുണ്ട്, നിങ്ങൾ സെറ്റായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.